2024-25 വർഷത്തിലെ ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ഈ സഭ ചർച്ച ചെയ്ത് പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അപ്രോപ്രിയേഷൻ ബിൽ നിയമസഭ പാസാക്കുകയും ഗവർണറുടെ അനുമതിയോടുകൂടി 2024 ജൂലൈ 31 ആക്ടായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സാർ, ഇപ്രകാരം നിയമസഭ അംഗീകരിച്ച ധനാഭ്യർത്ഥനകളിൽ വ്യത്യാസം വരുത്താനുള്ള യാതൊരു അധികാരം എക്സിക്യൂട്ടീവിനില്ല. ചട്ടം റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തിയതിലൂടെ ഇത്തരത്തിൽ ഒരു അവകാശം ഒരിക്കലും എക്സിക്യൂട്ടീവിന് ലഭിക്കില്ല. ആർട്ടിക്കിൾ 2042 തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ധനാഭ്യർത്ഥനകൾ സഭ പാസാക്കിയതിനു ശേഷം ധനവിനിയോഗ ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ നിയമസഭയുടെ വോട്ട് നേടിയ ഏതെങ്കിലും, അതായത് അപ്രോപ്രിയേഷൻ സ്റ്റേജിൽ പോലും ഒരു ധനാഭ്യർത്ഥന ഒഴിവാക്കുന്നതിനോ ധനാഭ്യർത്ഥനയുടെ തുകയോ ഉദ്ദേശവും ചേഞ്ച് ചെയ്യുന്നതിനോ സഞ്ചിത നിധിയിൽ ചാർജ് ചെയ്യപ്പെട്ട തുകയിൽ വ്യത്യാസങ്ങൾ നിർദ്ദേശിക്കുന്നതിനോ ഉദ്ദേശിക്കുന്ന ഒരു ഭേദഗതി അവതരിപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 2042 പറയുന്നത്. ഡിമാൻഡ് പാസാക്കി അപ്രോപ്രിയേഷൻ സ്റ്റേജിൽ പോലും തുകയിൽ വ്യത്യാസം വരുത്താൻ ഹൗസിന് പോലും അധികാരമില്ല. ഹൗസിന് പോലും പിന്നെ അതുമ്മ തൊടാൻ പാടില്ല. ഹൗസിന് പോലും തൊടാൻ അധികാരമില്ലാത്ത സാധനത്തുമ്മ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്നത്? ഈ പറയുന്ന ഓർഡേഴ്സ് ഉണ്ടല്ലോ 17/7/2024 ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഓർഡറുകളെല്ലാം ഇറ്റ്സ് എ മോക്കറി ഓൺ ദ ബജറ്റ് ഡിസ്കഷൻസ് ആൻഡ് ദ ഡിസിഷൻസ് വി ഹാവ് ടേക്കൺ ആസ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ. നമ്മളൊരു ഭരണഘടനാ ബാധ്യതയുടെ ഭാഗമായി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷന്റെ ഭാഗമായി നമ്മളെടുത്ത ഈ ഹൗസ് എടുത്ത തീരുമാനത്തെ എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവിന് അത് വയലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് നിയമസഭ പിന്നെ വാട്ട് ഈസ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ ഡിസിഷൻസ് വി ആർ ടേക്കിംഗ്? ഇത് അങ്ങ് ഇതിന്റെ അകത്ത് ഇടപെട്ട് കർശനമായ റൂളിംഗ് കൊടുക്കുകയും ഈ ഉത്തരവുകൾ റദ്ദാക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യണം.